നമ്മളിപ്പോൾ ഉള്ളത് ഇൻവെർണസ് സിറ്റിയുടെ ഒരു ഭാഗമാണ്. ഇതൊക്കെയാണ് ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രീറ്റുകൾ. പക്ഷെ ഇവിടെ ഒന്നും ആരും ഇല്ല ആക്ച്വലി. ഇവിടെ എനിക്കൊന്നും കമ്പാരിറ്റീവ്ലി പോപ്പുലേഷൻ കുറവായിട്ടാണോ ക്രിസ്മസിന് ഈ ഒരാഴ്ചയുള്ളൂ, അതിൻ്റെ ഒരു വൈബൊന്നും ഇവിടെ കാണുന്നില്ല ആക്ച്വലി. എന്താണോ, ഞായറാഴ്ച രാത്രി ആയതുകൊണ്ടാണോ? ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ട്രീറ്റ്. ഇവിടെ നമ്മൾ എഡിൻബർഗിൽ നിന്ന് ഇങ്ങോട്ട് വന്നു നോക്കുമ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ആക്ച്വലി നമ്മളെ വൈറ്റ് ഫീൽഡിൽ നിന്നൊക്കെ നമ്മൾ ആക്ച്വലി എഡിൻബർഗിൽ നിന്നൊക്കെ നമ്മൾ ഇവിടെ വന്നു നോക്കുമ്പോൾ നമുക്ക് തോന്നുന്ന അറിയാം, നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് വൈറ്റ് ഫീൽഡിൽ നിന്നൊക്കെ നമ്മൾ ജാലകളിൽ പോകില്ല, കുറച്ചുകൂടി സൈലൻ്റ് ആയിട്ട് ആൾക്കാരൊന്നും ഇല്ലാത്ത രീതിയിൽ, ആ രീതിയിലുള്ള സിറ്റി പോലെ തോന്നുന്നത്. അധികം ആൾക്കാരൊന്നും കാണുന്നില്ല. വണ്ടി വരുന്നുണ്ട് കേട്ടോ, ആൾക്കാരൊന്നും ഇല്ല. സിറ്റിക്ക് ഇവിടെ നല്ല ഡെക്കറേഷൻ ഒക്കെ ചെയ്യുന്നത്. വേറൊരു മെയിൻ ഭാഗത്തേക്ക് നമ്മൾ പോകുന്നുണ്ട്. പക്ഷെ ഇതാണ് ഇതിൻ്റെ സിറ്റീൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ആരുമില്ല, സിറ്റിയൊന്നും ആരുമില്ല. ഈ സിറ്റിയുടെ ഒരു ഭാഗമാണെന്നറിയില്ല. ബെല്ല ഇറ്റാലിയ ഉണ്ട്. ബെല്ല ഇറ്റാലിയ അത് ബെസ്റ്റ് റെസ്റ്റോറൻ്റ് ആണ്. രാത്രി ഫുഡ് അവിടെ നിന്ന് ആക്കിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇൻവെർണസിലെ എഡിൻബർഗ് നമ്മളെ തൊട്ടപ്പുറത്ത് ഒരു ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ട്. അവിടെ നമ്മൾ ഇതുവരെ പോയിട്ടില്ല. ഇവിടെ വന്നു നോക്കുമ്പോൾ ഒരു പട്ടിക്കുച്ചില്ല മാർക്കറ്റിൽ. ഇതാണ് നമ്മളെ ഇപ്പൊ വന്നിരിക്കുന്ന സ്ഥലം. കാണാൻ കുറച്ചുകൂടി സ്പേഷ്യസ് അല്ലേ എഡിൻബർഗ് വെച്ച് നോക്കുമ്പോൾ. എഡിൻബർഗ് ആ ഒരു ചെറിയ സ്പേസിൽ ഭയങ്കര പോപ്പുലേഷൻ അല്ലേ. ഈ പാലത്തിൽ ലൈറ്റ് കൊടുത്തിരിക്കുന്ന നല്ല രസമുണ്ട്. അല്ലാണ്ട് ഈ സിറ്റി കമ്പാരിറ്റീവ് ടു എഡിൻബർഗ് ഏത് അതായിരിക്കും അല്ലേ നമ്മൾ പോയ സാധനം. എവിടെ എവിടെ ആ എഡിൻബർഗ് കമ്പയർ ചെയ്യുമ്പോൾ ഇൻവെർണസ് എത്ര പോയിന്റ് കൊടുക്കും? സിറ്റി എഡിൻബർഗ് ആണ്. ഈവൻ ലണ്ടൻ ആണെങ്കിൽ പോലും ആ ഒരു ക്രൗഡ് പിന്നെ എല്ലാം കൊണ്ടും ലണ്ടൻ തന്നെയാണ്. പക്ഷെ എന്നാലും ഒരു കാമൻ ക്വയറ്റും പിന്നെ കുറച്ച് വൈബ്രന്റ് ആയിട്ടുള്ളതും എല്ലാം മിക്സ് മാച്ച് ആയിട്ടുള്ളൊരു സ്ഥലമാണ് എഡിൻബർഗ്, സ്കോട്ട്ലാൻഡിലെ എഡിൻബർഗ്. ഇൻവെർണസ് കമ്പയർ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോ നമ്മളിപ്പോ എന്താ പറയാ, ഒരു ദിവസം വന്നിട്ടുള്ളൂ. പക്ഷേ ഒരു സൺഡേ നൈറ്റ് ഇപ്പൊ എഡിൻബർഗ് ഒരു എറണാകുളം കൊച്ചി ബ്രോഡ്വേ ആ ഒരു ഇതാണെങ്കിൽ ഇൻവെർണസ് ചിലപ്പോ ചെറിയ വടകര ആ ഒരു ചാലക്കുടി ആ ഒരു ഇതേ ഉള്ളൂ തോന്നുന്നു. പിന്നെ കാണാനുണ്ടാവുമായിരിക്കും. അതായത് മണിയൂർ ലണ്ടൻ ആണെങ്കിൽ നാദാപുരം ഇൻവെർണസ്. അല്ല പക്ഷെ കാസൽസ് ഒരുപാടുണ്ട് ഇവിടെ. നാളെ എക്സ്പ്ലോർ ചെയ്യാം. ഒരുപാട് കാസൽ മുക്കിന് കാസൽ ഉണ്ട്. ഇവിടെ അല്ല, എനിക്കൊന്ന് മൊത്തം അല്ലെ സ്കോട്ട്ലാൻഡ് മൊത്തം കാസലിന്റെ ഒരു കൂമ്പാരാ തോന്നുന്നു. ഇവിടെ കുറെ ഉണ്ട്, ഇവിടെ കുറെ ഉണ്ട്. ഇവിടെ ഏതൊക്കെയോ കാണുന്നുണ്ട്. നാളെ നമുക്ക് 1-2 സ്പോട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടല്ലേ. പക്ഷെ ഇവിടെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എഡിൻബർഗ് വെച്ച് നോക്കുമ്പോ എഡിൻബർഗ് കൂടുതൽ ഇന്ത്യൻ റെസ്റ്റോറന്റ് ഉണ്ട് അല്ലേ കിച്ചു? കാണുന്നുണ്ട്. രാജ പിന്നെ നമ്മളങ്ങനെ ആകെ പോയത് ഒരു കൃഷിയിൽ മാത്രല്ലേ. പിന്നെ ബംഗലുണ്ട്, ഷാപ്ലി ഉണ്ട് എന്ന് അറിയാം. പിന്നെ അല്ലാണ്ടെന്നാ ലാഹോർ, കഹാനി കൊറേ ഉണ്ട്. നമ്മളങ്ങനെ പോവാറില്ല. അങ്ങനെ പുറത്തുനിന്ന് നമ്മളും അങ്ങനെ പോയി കഴിക്കാറില്ലല്ലോ പുറത്തൊന്നും. പോകുന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും മെഗ്ഡി KFC അത് മാത്രമേ നമ്മൾ പോകാറുള്ളൂ. വല്ലപ്പോഴും മാസത്തിൽ ഒരിക്കലായിട്ട് നമ്മൾ പുറത്ത് പോക്കുണ്ടാവുക. അപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ വന്നിട്ട് നമുക്ക് ഇന്നിപ്പോ രാജയിലേക്ക് നമ്മൾ പോവാണ്. രാജാസ് ഇന്ത്യൻ ക്യൂസൈൻ നമ്മള് പിസ്സയൊക്കെ നമ്മള് കാറെടുത്തിട്ട് 2 ദിവസത്തെ ട്രിപ്പിന് വന്നത്. കാരണം നാട്ടിൽ നിന്ന് ബാംഗ്ലൂരേക്ക് നാട്ടിൽ നിന്ന് പോകുമ്പോ സാധനങ്ങളൊക്കെ കുത്തി നിറച്ച് എല്ലാം പാക്ക് ചെയ്ത് എടുത്തു നോക്കുമ്പോ കാറ് ഫുള്ള്. 2 ദിവസത്തെ ട്രിപ്പ്. നാളെ ഞാൻ പെട്ടെന്ന് തിരിച്ച് നേരെ എഡിൻബർഗ് നിന്നാണ്. ഫുൾ കുക്കിങ്ങുള്ള സാധനങ്ങൾ എടുത്ത് നമ്മൾ വന്നത്. പാല്, പിന്നെ ചായപ്പൊടി, പഞ്ചസാര, ഇമാതിരി കണ്ട എല്ലാ സാധനങ്ങളും എടുത്താൽ വന്നത്.